ഇസ്ലാം ലഹരി വസ്തുക്കളുടെ, മദ്യത്തിൻ്റെ, ഈ തിന്മയുടെ കവാടം കൊട്ടിയടച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് പലർക്കും മനസ്സിലാകുന്നില്ല. പലരും ഇതിനടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭീകരാവസ്ഥ എത്രമാത്രം വലുതാണ് എന്നതിൻ്റെ നാം കണ്ട ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ വാർത്ത. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ലഹരിക്കടിമപ്പെടുന്നതോടുകൂടെ സത്യത്തിൽ മനുഷ്യന് സമാധാനം ലഭിക്കുകയല്ല ചെയ്യുന്നത്. ആ മനുഷ്യൻ്റെ സമാധാനം പോകുമെന്ന് മാത്രമല്ല, അയാളുമായി ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ളവരുടെയും സമാധാനം നഷ്ടപ്പെട്ട് നരകതുല്യമായ ജീവിതത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ്. ഒരു ലഹരിക്കടിമപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സങ്കല്പിച്ച് നോക്കൂ. ആ വീട്ടുകാർക്ക് ഒരു രാത്രി പോലും സമാധാനത്തോടു കൂടെ കിടന്നുറങ്ങാൻ കഴിയില്ല. ഉറപ്പാണ്. ഏതുപോലെ നമ്മെ ഉപദ്രവിക്കുന്ന അപകടകാരിയായ ഒരു വന്യജീവി നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് പാഞ്ഞു കയറി എന്ന് നിങ്ങൾ ചിന്തിക്കുക, സങ്കല്പിക്കുക. നമ്മൾ വീടിൻ്റെ അകത്ത് മുഴുവനും തെരഞ്ഞു നോക്കി, ആ ജീവി എവിടെ പോയി ഒളിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പകലന്തിയോളം നമ്മൾ തെരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. ആ രാത്രി ആ വീട്ടുകാർക്ക് ആ വീട്ടിൽ സമാധാനത്തോടു കൂടെ ഒന്ന് ഉറങ്ങാൻ കഴിയൂല. ഇതുപോലെയാണ് ലഹരിക്കടിമപ്പെട്ട മദ്യപാനിയായ ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അയാളൊന്ന് രാത്രി എണീറ്റ് ലേറ്റിട്ടാൽ ബാക്കിയുള്ളവർക്ക് പേടിയായിരിക്കും. അയാളൊന്ന് കത്തിയെടുത്താൽ മറ്റുള്ളവരാകെ ബേജാറാവും. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടി കത്തിയെടുത്തതായിരിക്കാം. ചിലപ്പോൾ അയാൾ ലേറ്റിട്ടത് ബാത്റൂമിൽ പോകാനായിരിക്കാം. ചിലപ്പോൾ അയാൾ വാഹനം എടുക്കുന്നത് എങ്ങോട്ടെങ്കിലും പോകാനായിരിക്കാം. പക്ഷേ അവിടെയുള്ള മാതാപിതാക്കളും മക്കളും ഭാര്യയും എല്ലാവരും പേടിയാണ്. അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. വല്ലാത്തൊരവസ്ഥയാണിത്. ഒന്ന് ആലോചിച്ച് നോക്ക്.